നമുക്ക് 2007 മോഡൽ ലാൻഡ് ക്രൂസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ റഫ് റോഡ് പോകുമ്പോൾ വെഹിക്കിൾ ഭയങ്കര ബൗൺസിങ്ങും ഭയങ്കര ചാർട്ടായിട്ടുള്ളൊരു ഫീലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് നോക്കി പേപ്പർ കൺസേൺ നമുക്ക് വെരിഫൈ ചെയ്തു. നമ്മൾ വന്ന് വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ റിയറിലെയും ഫ്രണ്ടിലത്തെയും അക്യുമുലേറ്റർ ഉണ്ട്. ഈ മോഡലിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അതായത് ഹൈഡ്രോളിക് സസ്പെൻഷൻ വെച്ചിട്ട് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചിട്ടാണ് ഇത് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യുന്നതും ഡൗൺ ആക്കുന്നതൊക്കെ. ഇപ്പോൾ പുതിയ സീരീസ് വാഹനങ്ങളൊക്കെ എയർ സസ്പെൻഷൻ വരാം. ഇതിനകത്ത് പകരം ഹൈഡ്രോളിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെയിൻ്റനൻസ് കുറവായിരിക്കും ഈ മോഡലിന്. അപ്പോൾ ലാൻഡ് ക്രൂസർ എല്ലാ മോഡൽസിനും വരുന്നത് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചിട്ടാണ് വെഹിക്കിൾ ലിഫ്റ്റ് ചെയ്യണതും ഡൗൺ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കുറവാണ്. എന്തെങ്കിലും കംപ്ലയിൻസ് വന്നാൽ തന്നെ പാർട്സിന് പ്രൈസും കുറവാണ്. അപ്പോൾ ഇത് ഒരു 80,000 ഓടിയ വണ്ടിയാണ്, 2007 മോഡലാണ്. അപ്പോൾ വന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അക്യുമുലേറ്ററാണ് പോയുള്ളത്. അപ്പോൾ ഇനി അത് മാറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം കാണിച്ചു തരാം. ഏത് വെഹിക്കിളായാലും ഈ ഹൈഡ്രോളിക് സസ്പെൻഷൻ അല്ലെങ്കിൽ എയർ സസ്പെൻഷനുള്ള മോഡൽസ് എല്ലാ വെഹിക്കിളിനും സസ്പെൻഷൻ വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സസ്പെൻഷൻ ലോക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ മോഡലിൽ സസ്പെൻഷൻ ലോക്ക് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ക്ലസ്റ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ മോഡിൻ്റെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഹൈ, നോർമൽ, ലോ, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. എപ്പോഴും വെഹിക്കിൾ നോർമലിലായിരിക്കും കംഫർട്ട് ലെവലിൽ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ വെഹിക്കിൾ നോർമലാണോ നമ്മളെപ്പോഴും വെരിഫൈ ചെയ്യണം. നോർമൽ അല്ലെങ്കിൽ ഇത് ഓപ്ഷൻ മാറ്റാനാണെങ്കിൽ നമുക്ക് ഗിയർ നോബിനോട് ചേർന്നിട്ടൊരു സസ്പെൻഷൻ മോഡ് ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുകയും ഇത് കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. അതായത് ഹൈയും ലോയും. അപ്പോൾ ഇതിൽ കൺട്രോൾ ചെയ്ത ശേഷം എപ്പോഴും ന്യൂട്രാണോ നമ്മൾ കൺഫേം ചെയ്യണം. ഈ വെഹിക്കിൾ ന്യൂട്രാണ്. അപ്പോൾ ന്യൂട്രായ ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ലെവലിൽ വെച്ച് ഈ ഹൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൻ്റെ തൊട്ട് മുകളിലായിട്ട് ഹൈറ്റ് കൺട്രോൾ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഈ ഓഫ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ക്ലസ്റ്ററിനകത്ത് കാണാൻ പറ്റും സസ്പെൻഷൻ കൺട്രോൾ ഓഫായിരുന്നു. കണ്ടോ? ഇങ്ങനെ ഓഫായ ശേഷം മാത്രമേ വെഹിക്കിൾ ലിഫ്റ്റ് ചെയ്യാനോ സസ്പെൻഷൻ വർക്കോ ഇപ്പോൾ ടയർ പഞ്ചറായി പോലും നമ്മൾ വെഹിക്കിൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മോഡ് ഓൺ ആക്കണം. ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ പ്രഷർ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ അക്യുമുലേറ്റർ അല്ലെങ്കിൽ സസ്പെൻഷൻ സിസ്റ്റങ്ങളൊക്കെ ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ വരുന്നതാണ് ഇതിൻ്റെ റിസർവോയർ ടാങ്ക്. അതായത് ഹൈഡ്രോളിക് സസ്പെൻഷൻ്റെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതും മിനിമം ലെവൽ കീപ്പ് ചെയ്യാനും ഉള്ള ടാങ്കാണിത്. ഇതിനകത്താണ് ആ ഫ്ലൂയിഡ് വരാം. ഇതിനകത്ത് വരുന്ന ഫ്ലൂയിഡ് ഇതാണ്. ഇതിനകത്ത് വരുന്ന ഫ്ലൂയിഡ് എപ്പോഴും മാക്സിമം ഇതേ ഓയിൽ തന്നെ മേടിച്ച് ഒഴിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കേസിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ സസ്പെൻഷൻ്റെ യൂണിറ്റ് കംപ്ലയിൻസ് വരാൻ ചാൻസ് കൊടുക്കുക. അതിൻ്റെ ഓറിങ് ഇതിനനുസരിച്ച് മോൾഡ് ചെയ്തുള്ളതായിരിക്കും. വേറെ ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റി മാറുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വീക്കാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെരിഫൈ ചെയ്തു ഇതിൻ്റെ മാക്സിമം ലെവലിൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് ലീക്കേജ് ഒന്നുമില്ല, നമുക്ക് കൺഫേം ആയി. അപ്പോൾ മുമ്പ് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞതല്ലോ. നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. നോക്കി ഓക്കെയാണ്. പിന്നെ അക്യുമുലേറ്റർ മാറിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ അക്യുമുലേറ്റർ എന്ന പാർട്ട്. ഇതിപ്പോൾ യൂസ്ഡ് പാർട്സാണ്. ഇതിപ്പോൾ കസ്റ്റമർ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡസ്റ്റ് ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റബ്ബർ വെച്ചിട്ട് ക്ലിയർ ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ 4 അക്യുമുലേറ്റർ, അതായത് ഈ ഫുൾ സ്റ്റെപ്പിൻ്റെ ഈ ബാക്കിലൊന്നും അതിൻ്റെ ഫ്രണ്ടിലൊന്നും, അതുപോലെ 2 സൈഡിലും. ബാക്കിലെ 2 ബാക്ക് സസ്പെൻഷനും ഫ്രണ്ടിലെ 2 ഫ്രണ്ട് സസ്പെൻഷൻ വേണ്ടിയിട്ടാണ്. ഇത് മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൽ 1 by 1 ആയിട്ട് നമ്മൾ എപ്പോഴും മാറണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റത്തിൽ എയർ കയറി കഴിഞ്ഞാൽ പിന്നെ വെഹിക്കിൾ നോർമൽ ലെവലിലേക്ക് ആവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും കീപ്പ് ചെയ്യുമ്പോൾ വൺ സൈഡ് ആയിട്ട് എപ്പോഴും മാറാം. ഇല്ലെങ്കിൽ കമ്പനിയിലൊക്കെയാണെങ്കിൽ അതിന് അഡീഷണൽ എക്യുപ്മെൻ്റ് ഉണ്ട് പ്രഷർ ബൂസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മളില്ലാത്ത തന്നെ നമ്മൾ 1 by 1 ആയിട്ട് മാക്സിമം പുറത്തേക്ക് മാറുമ്പോൾ അത്രയും നോക്കി ക്ലിയർ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ റിയറിൽ വരുന്ന അക്യുമുലേറ്റർ. ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരെണ്ണം വരും. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇത് അതിൻ്റെ പ്രഷർ പമ്പ് യൂണിറ്റാണ്. അപ്പോൾ ഇതഴിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോർമൽ ലെവലിൽ വെച്ച ശേഷം ഇതാണ് അതിൻ്റെ ബ്ലീഡർ നെറ്റ്. 10ൻ്റെ നെറ്റാണ് വരാൻ നിപ്പിൾ. അപ്പോൾ ഇത് നോർമൽ ലെവലിൽ സസ്പെൻഷൻ ലോക്ക് ചെയ്ത ശേഷം നമ്മൾ ബ്രേക്കൊക്കെ ബ്ലീഡ് ചെയ്യുന്ന പോലെ ജസ്റ്റ് റിലീസ് കഴിഞ്ഞാൽ ഈ ലൈനിലെ കംപ്ലീറ്റ് പ്രഷർ റിലീസ് ആവും. അതിനുശേഷം മാത്രമാണ് അത് അഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ അഴിക്കുമ്പോൾ നമ്മുടെ മേത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ് പ്രഷറിൽ ഫ്ലൂയിഡ് തള്ളിപ്പോയി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നോർമലി കുപ്പിയിലേക്ക് ഫുള്ള് ഫ്ലൂയിഡ് ബ്ലീഡ് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബ്ലീഡിൻ്റെ ഫുള്ള് ഹോസ് കണക്ട് ചെയ്തു. ഇതുപോലെ 1 ലിറ്ററിൻ്റെ ക്യാനിൽ ഹോസ് കണക്ട് ചെയ്ത ശേഷം ബ്ലീഡർ നിപ്പിൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ബ്ലീഡർ നിപ്പിൾ ലൂസാക്കാം. ലൂസാക്കുമ്പോൾ ഇതുപോലെ വണ്ടി ഫുള്ള് ഡൗൺ ആവും. അതായത് അതിൻ്റെ ലൈനിൽ കംപ്ലീറ്റ് പ്രഷർ റിലീസ് ആവുന്നതാണ്.
വെഹിക്കിൾ നോർമൽ ലെവലിൽ വെച്ചാൽ 52 സെൻറ്റിമീറ്റർ വരെ വരണം. അപ്പോൾ 50 സെൻറ്റിമീറ്റർ അല്ല, സെൻറ്റിമീറ്റർ കേട്ടോ എനിക്ക് അപ്പൻ പറ്റിയത്, സെൻറ്റിമീറ്ററിൽ തന്നെ വരണം. അപ്പോൾ ഇപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ മാക്സിമത്തിൽ മിനിമത്തിൽ ലെവലിലേക്ക് വെഹിക്കിൾ ഡൗൺ ആയിട്ടുണ്ട്. ഈ ഫ്ലൂയിഡ് മുഴുവൻ വന്ന ശേഷം നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്യുമുലേറ്റർ പതുക്കെ കഴിക്കാം. എത്ര കഴിച്ചാലും നമുക്ക് ചെറിയൊരു പ്രഷർ അതിനകത്തുണ്ടാവും. അപ്പോൾ വലിയൊരു പ്രഷർ നമ്മൾ തള്ളിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് അഴിക്കാൻ വേണ്ട സ്പെഷ്യൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36-ൻ്റെ ഡബിൾ എൻഡ് സ്പാനർ അല്ലെങ്കിൽ കോമ്പിനേഷനാണ്. അത് മാത്രമല്ല നോർമലി കോമ്പിനേഷൻ എപ്പോഴും ഇതുപോലെ കുറച്ച് സൈസ് ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ പൊന്തി നിൽക്കുന്ന ഭാഗം 36-ൻ്റെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു, എന്നാൽ മാത്രമേ ഇത് കയറുള്ളൂ. ഇത് അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് വന്ന കസ്റ്റമർ കൊണ്ട പാർട്സാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ വേണ്ട ഒരു ബോൾട്ട് ഇടാനുള്ള ഈ ടൂൾ ഇടാനുള്ള സ്പേസ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് നോർമലി അയക്കുന്ന പോലെ ക്ലോക്ക് വൈസിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മളിത് അഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ ഇവിടെ തന്നെ കാണിച്ചു തരും. പിന്നെ അഴിച്ചിട്ട് രണ്ടും വെച്ച് കമ്പാരിസൺ കാണിച്ചു തരാം. ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും, ഇതുപോലെ വരുള്ളൂ. അതല്ലാണ്ട് നമ്മൾ ബ്ലീഡ് ചെയ്യാണ്ട് ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്രഷറിൽ ഈ ഏരിയ മൊത്തം പോവും, ഫ്ലൂയിഡും പോവും. മാത്രമല്ല ആ ഫ്ലൂയിഡ് നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ പോകത്തുള്ളൂ, ബാക്കി നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് വണ്ടി വന്ന് ഊരിയത് ഇത് നമ്മളിപ്പോൾ യൂസിട്ടാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന കസ്റ്റമർ. രണ്ട് പാർട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ബ്ലീഡിങ് പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ കിച്ചണിൽ കിടക്കാം. ഇതുപോലെ യൂസ്ഡ് പാർട്സ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഈ ഓറിങ് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ പഴയ നമ്മൾ കുറച്ച് ഫ്ലൂയിഡൊക്കെ എടുത്തിട്ട് എപ്പോഴും ഇതിൻ്റെ സെയിം ഫ്ലൂയിഡ് തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. വേറെ ഗ്രേഡ് മാറുമ്പോൾ വെച്ചാൽ ഈ ഓറിങ്ങിന് സപ്പോർട്ട് ചെയ്യില്ല, കുറച്ചാണെങ്കിൽ ലീക്കായി ഈ ഏരിയയിൽ നിന്ന് പ്രഷർ ലീക്കേജ് വരും. ഇത് ചെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എയർ പ്രഷർ കണ്ട് വെച്ചിട്ട് ഉള്ളിലേക്ക് പ്രഷറിൽ പമ്പ് ചെയ്യുക. പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ ഫോഴ്സിൽ റിട്ടേൺ വരാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഇതിൻ്റെ ഡാമ്പർ ഓക്കെയാണ്. നമുക്കിപ്പോൾ ചെയ്യാൻ നമ്മളിൽ അത്രയും ഉള്ള പ്രഷറുള്ള അക്യുപ്മെൻ്റ് ഇല്ല. അപ്പോൾ നമുക്കിത് സ്ഥിരം കിട്ടുന്ന കമ്പനിയാണ്, നമുക്ക് അറിയാൻ പറ്റും. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞങ്ങൾ മുമ്പ് ചെയ്തുള്ള കാരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൺഫേം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ത്രെഡ്. ഇത് കുറച്ച് വെയിറ്റ് ആയി തന്നെ ത്രെഡ് പിടിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ത്രെഡ് കറക്റ്റായി പിടിപ്പിച്ച ശേഷം ഇതുപോലെ ടൈറ്റ് ചെയ്യാം. അതുപോലെ കൈ കൊണ്ട് മുട്ടിയ ശേഷം മാത്രം നമ്മുടെ സ്പെഷ്യൽ ടൂൾ ടൂൾ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാം. എപ്പോഴും ഒരു 40 വരെ മാക്സിമം, 35-40 ആണ് റേഞ്ചാണ് അതിൻ്റെ ടോർക്ക് വരാം. അപ്പോൾ മാക്സിമം ആ ഒരു റേഞ്ചിൽ തന്നെ പിടിക്കുക. ഓവർ ടൈറ്റ് ആയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം അതേ ടോർക്ക് ഫീൽ ചെയ്ത് നോക്കാം. നമ്മുടെ അത്ര ആ ഒരു ഇതിന് സ്പെഷ്യൽ ടൂൾ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊരു കട്ടിങ് വെച്ചിട്ട് ഒരു ടോർക്ക് എഞ്ചിൻ യൂസ് ചെയ്യാൻ. പിന്നെ ഈ മുറിക്കണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ നോർമൽ ടൈറ്റ് പിടിക്കും. നമ്മളിപ്പോൾ ബ്ലീഡ് എടുത്ത ഫ്ലൂയിഡാണ്. ഇതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ എടുത്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് പുതിയ ഫ്ലൂയിഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് എടുത്തിട്ട് ബാക്കി ആവശ്യമുള്ള മാത്രം, ഇപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് മാത്രം ടോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി ടാങ്കിൽ രണ്ടാമത് റീഫിൽ ചെയ്യണം. ടാങ്കിന് ക്യാപ്പ് നമുക്ക് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നുമ്പോൾ വീഴും. ഇത് വെറുതെ ഇങ്ങനെ സ്ലൈഡ് എടുത്താൽ മതി. പക്ഷേ ഫണൽ പോലുള്ള എന്തെങ്കിലും വെച്ചിട്ട് പ്രോപ്പറായി ഒഴിക്കുക. എൻജിൻ ക്യാബിന് മൊത്തം ലീക്ക് ഔട്ടായി പോകും. അത് മാക്സിമം തന്നെ മേളിലേക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് നിർത്തണം. ബ്ലീഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ നിന്നോളും. ഇതിപ്പോൾ ഇതാണ് മാക്സിമം ലെവൽ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡ് ചെയ്യുമ്പോഴേക്കും ആ ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. എപ്പോഴും ഒരാളിങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ ലെവൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഫിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫ്ലൂയിഡ് ടോപ്പ് അപ്പ് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സസ്പെൻഷൻ മോഡ് ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ ആ ബട്ടൺ ഇനി വീണ്ടും റിലീസ് ചെയ്യാം. അതായത് സസ്പെൻഷൻ ഓണാക്കണം. ഓണാക്കിയ ശേഷം മാത്രമാണ് നമുക്കിത് ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പ്രഷർ കൺട്രോൾ ഓഫായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സസ്പെൻഷൻ ബ്ലീഡ് ചെയ്യാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഏറ്റവും ലോ ലെവലിലെ വെഹിക്കിളിൽ നിന്ന് അപ്പോൾ അതിന് പതുക്കെ വണ്ടി ഓട്ടോമാറ്റിക്കലി മോട്ടർ പമ്പ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യും. വെഹിക്കിൾ പയ്യെ ലിഫ്റ്റ് ആകുമ്പോൾ ഒരു 5 to
20 സെക്കൻഡൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നമ്മൾ പതുക്കെ പ്രഷർ കയറി വരുള്ളൂ. ലൈനെല്ലാം പോയി അപ്പോഴേക്ക് ലിഫ്റ്റ് ആവുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. ബ്ലീഡ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ പൊന്തിയിട്ട് ഏറ്റവും മാക്സിമം ലെവൽ എത്തിയ ശേഷം മാത്രമേ നമുക്ക് ബ്ലീഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലൈനിൻ്റെ പ്രഷർ കുറവായിരിക്കും. ഇപ്പോൾ ഫുള്ള് ലിഫ്റ്റ് ആയിരിക്കുക. കേട്ടോ. അങ്ങനെ ഇതുപോലെ ബ്ലീഡിങ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുട്ടിലേക്ക് യൂസ് കലക്കിയ ശേഷം ബ്ലീഡിനായിട്ട് കാണാൻ പറ്റും. ഡൗൺ ആവുക. അതിന് കൂടെ ലൈനിൽ എയർ കയറി വരുന്നു. ഈ എയർ പോകുന്ന വരെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്ത് അതുപോലെ കംപ്ലീറ്റ് ടൈറ്റ് ചെയ്ത് വീണ്ടും വണ്ടി ലിഫ്റ്റ് ആവും. അതുപോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൽ ലൈനിലേക്ക് നമ്മൾ പോകണം. അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കുന്നത് പിന്നെ പമ്പിങ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ബ്ലീഡ് ചെയ്താൽ മതി. നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് ഇതുപോലുള്ള ഹൈഡ്രോളിക് സസ്പെൻഷൻ എയർ സസ്പെൻഷനുള്ള വണ്ടികൾ അഴിക്കുന്നതിന് മുമ്പ് അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നോർമൽ ലെവൽ മെഷർ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മെഷർ ചെയ്തതാണ് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ റിയറിൽ വരുന്നത് 52 സെൻറ്റിമീറ്ററും ഫ്രണ്ടിൽ 49.5 സെൻറ്റിമീറ്ററാണ് വന്നിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മെഷർ ചെയ്യണം. കാരണം അത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും റോങ് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതുപോലെ സെൻറ്റർ പോയിൻ്റ് എന്തെങ്കിലും പോയിൻ്റ് വെച്ചിട്ട് ടാപ്പ് വെച്ചിട്ട് ഈ ഫെൻഡർ ലെവൽ വരെ നമ്മൾ മെഷർ ചെയ്യണം. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ 53.5 വരുന്നുണ്ട്. അപ്പോൾ എക്യുമുലേറ്റർ മാറിക്കഴിഞ്ഞപ്പോൾ ആ പമ്പിങ് പ്രഷർ കൂടിയപ്പോൾ വന്നുള്ള നേരത്തെ കുറച്ച് ഡള്ളായി എടുക്കുമായിരുന്നു. എപ്പോഴും ഫ്രണ്ടിനെ അപേക്ഷിച്ചിട്ട് ബാക്കിൽ ഹൈറ്റ് എപ്പോഴും ഒരു ചെറിയൊരു വേരിയേഷൻ എപ്പോഴും ഉണ്ടാവും. എന്താ വെച്ചാൽ അത് എയറോഡൈനാമിക്കിന് വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്നതാണ്. എയർ സസ്പെൻഷനും ഹൈഡ്രോളിക് സസ്പെൻഷനുള്ള വണ്ടികളൊക്കെ കോമൺലി അങ്ങനെയായിരിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നന്ദി.